ഇന്ന് വൻപയർ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. 1.5 കപ്പ് വൻപയർ കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ 5 മണിക്കൂറായി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട്. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം. വൻപയറും കടലയുമൊക്കെ ഇതേമാതിരി സോക്ക് ചെയ്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ പയർ ഞാൻ 2 പ്രാവശ്യം കൂടി കഴുകി അതിനുശേഷം വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. കടലയും വൻപയറും കുതിർത്തിട്ടുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. പ്രഷർ കുക്ക് ചെയ്താണ് ഇത് വേവിക്കുന്നത്. ചില റെസിപ്പീസിൽ സോക്ക് ചെയ്യാതെ തന്നെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ സോക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അടുത്തതായിട്ട് കറിവേപ്പില, ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, ഇതെല്ലാം താളിക്കാൻ ആവശ്യമായ സാധനങ്ങളാണ്. ഇതിൽ പകുതി വെളുത്തുള്ളി ഇപ്പോൾ തന്നെ പയറിനോടൊപ്പം ചേർക്കണം. ചിലർക്ക് ഗ്യാസ് ഉണ്ടാകുമല്ലോ പയർ കഴിക്കുമ്പോൾ, അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പയറൊന്ന് ലെവൽ ചെയ്തിട്ട് അതിലേക്ക് വെള്ളമൊഴിക്കണം. പയറിൻ്റെ സെയിം ലെവലിൽ വെള്ളമൊഴിച്ചാൽ മതി. പ്രഷർ കുക്കർ അടച്ച് വെൻറ്റിൽ നിന്നും സ്റ്റീം വന്നതിന് ശേഷം മാത്രം വെയിറ്റിടണം. ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വന്നതിന് ശേഷമാണ് ഫ്ലെയിം ഓഫ് ചെയ്തത്. പ്രഷർ കംപ്ലീറ്റ് റിലീസ് ആയതിനു ശേഷമാണ് ഓപ്പൺ ചെയ്തത്. ഈ പയർ വേവിച്ച വെള്ളമുണ്ടല്ലോ, അത് കളയാൻ പാടില്ല. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഒരു ചീൻചട്ടി ചൂടാക്കി എടുക്കുകയാണ്. ആ പാത്രം ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ് കടുകിടാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞ് ബാക്കിയുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇടണം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ രീതിയിൽ കളർ ചേഞ്ച് വരണം, അതുവരെ ഒന്ന് മൂപ്പിക്കണം. മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ്. സവാള എടുക്കരുത് കേട്ടോ. ഇനി ഫ്ലെയിം സിമ്മർ ചെയ്യണം. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറും ചതച്ച മുളകും ചേർക്കണം. അതിൻ്റെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പയർ അതിലേക്ക് ഇടണം. കുറച്ച് ഗരം മസാല ചേർക്കാം. ആവശ്യമായ ഉപ്പ് ഇപ്പോഴാണ് ഇട്ടുകൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഡ്രൈ ആകുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ആ വെള്ളം ഡ്രൈ ആയി വരുമ്പോഴേക്കും പയറിൽ ഉപ്പും മുളകും എല്ലാം നല്ലതുപോലെ പിടിച്ചിരിക്കും. വൻപയർ മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്.